റഫേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ കേരളത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. വീടുകളിലും നിരത്തുകളിലും മെഴുകുതിരിയുടെയും മൊബൈൽ ലൈറ്റിന്റെയും വെളിച്ചത്തിൽ പ്ലക്കാർഡുകൾ പിടിച്ചായിരുന്നു ഐക്യദാർഢ്യം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ക്യാമ്പയിനിന്റെ ഭാഗമായി. ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ ലോകമെമ്പാടും നടക്കുന്ന ഓൾ ഐസ് ഓൺ റഫ ക്യാമ്പയിന്റെ ഭാഗമായാണ് കേരളത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം ആചരിച്ചത്. വീടുകളിലും നിരത്തുകളിലുമെല്ലാം മെഴുകുതിരിയുടെയും മൊബൈൽ ലൈറ്റിന്റെയും വെട്ടത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്ലക്കാർഡുകൾ ഏന്തിയായിരുന്നു ഐക്യദാർഢ്യം. ഫലസ്തീൻ സോളിഡാരിറ്റി ഫോറമാണ് ക്യാമ്പയിന് ആഹ്വാനം ചെയ്തത്. ലോകത്തെമ്പാടുമുള്ള ആളുകൾ എമ്പാടുമുള്ള ക്യാമ്പസുകളിലും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളും ആളുകളുമൊക്കെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം ഐക്യപ്പെടാനും ഗസക്ക് വേണ്ടി കൂട്ടുനിൽക്കാനുമാണ് വെളിച്ചമണച്ചുകൊണ്ട് വൈദ്യുതി ഓഫാക്കിക്കൊണ്ട് മെഴുകുതിരി വെട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ്. 2023 ഒക്ടോബർ 7 ഗസയ്ക്ക് നേരെ തുടങ്ങിയ ഭീകരാക്രമണത്തിൽ 36,000-ലേറെ ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ഒടുവിൽ അഭയാർത്ഥി കേന്ദ്രമായ റഫയ്ക്ക് നേരെ കൂടി വംശഹത്യ നീണ്ടതോടെ ലോകമെമ്പാടു നിന്നും ഇസ്രായേലിനെതിരെ പ്രതിഷേധമിരമ്പുകയാണ്. മീഡിയ 1 കോഴിക്കോട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.